എല്ലാവരും കണ്ടിരുന്നൊരു ന്യൂസായിരിക്കുമല്ലോ. ഒരു ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു പെണ്ണിനെ ആ പെണ്ണിൻ്റെ സ്വന്തം സുഹൃത്തായ ആ പെണ്ണ് തന്നെ ചതിച്ചു കൊണ്ടിരിക്കുന്ന വാർത്ത. സ്വന്തം സുഹൃത്തെന്നോ സ്വന്തം അച്ഛനെന്നോ സ്വന്തം മാതാപിതാക്കളെന്നോ സ്വന്തം ചോരയിലുണ്ടാകുന്ന കുട്ടികളാരാണെന്ന് പോലും തിരിച്ചറിയാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നത്തെ കാലത്ത് ഒരാളെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരാൾക്കാരെ പോലും വിശ്വസിക്കാൻ പാടില്ല. ഞാൻ ആരെയും എടുത്തെടുത്ത് പറയുന്നില്ല. സ്വന്തം വീട്ടുകാരെ പോലും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്വന്തം സുഹൃത്തിനെ നമ്പിക്കൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിലോട്ട് പുറപ്പെട്ട ഈ വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥ. 23 കാമഭ്രാന്തന്മാരാണ് ആ പെൺകുട്ടിയുടെ നേരെ വന്നത്. ആ പെൺകുട്ടി എന്തൊക്കെ ഭാഗ്യം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ വ്യക്തമായ വീഡിയോ നിങ്ങൾക്ക് വെച്ച് തരാം, നിങ്ങൾ കാണൂ. 10-23 ആൾക്കാർ ഒരാൾ വന്നിട്ടുണ്ട് ഒരു ദിവസം വരെ 10-23 ആൾക്കാർ വന്നിട്ട് അവിടുത്തെ ഒരു ദയനീയ അവസ്ഥ ഉണ്ടല്ലോ. അത് പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാക്കും. ഒരു പെണ്ണ് ഒരാളുടെ മുന്നിൽ തുണിമാറുക എന്ന് വെച്ചാൽ അത് അവരുടെ വർത്താനം ഉണ്ടായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് കാഴ്ച വെക്കാനുള്ള ഒരു പെണ്ണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും അംഗീകരിച്ച് വെക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വേണ്ട എനിക്കൊന്നും മറിക്കണ്ട, ഒരാവശ്യമില്ല. ഞാൻ പറഞ്ഞു നാളെ സമൂഹത്തെ അഭിമുഖീകരിക്കുള്ളതാണെന്ന് പറയുമ്പോഴും അതൊക്കെ വളരെ കൂളായിട്ട് നേരിട്ട ഒരു സ്ത്രീയാണ്. കാരണം ഇത് ലോകം അറിയണം, ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഗൾഫിൽ കുടുങ്ങി കിടപ്പോൾ എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും പറഞ്ഞു ശരി, ആ തന്റെ ഇടത്തോടെ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി നമ്മൾ പറയുകയാണ്. ശരിക്കും പറഞ്ഞാല് തന്റെ ഇടത്തോട് വെളിപ്പെടുത്താൻ പോവുകയാണ് അല്ലെ ആ ഞെട്ടിക്ക് സത്യം. ഒരു മോഹം മറയ്ക്കണ്ട, ഒന്നും വേണ്ട. നാളെ സമൂഹം എങ്ങനെ പ്രതികരിക്കുന്നുള്ള ഒന്നുമില്ല. ഞാൻ എന്നെ എങ്ങനെ വിലയിരുത്തുന്നു മാത്രം ഞാൻ ചിന്തിക്കുന്നത്. സമൂഹം അല്ലല്ലോ എന്നെ വിലയിരുത്തുന്നത്. സമൂഹം നല്ല രീതിയിലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു അവസ്ഥ എനിക്ക് വരത്തില്ലായിരുന്നു. അപ്പൊ എന്തായാലും നമ്മള് ആ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി എന്താണ് അവിടുത്തെ പലപ്പോഴും നമുക്ക് അറിയത്തില്ല അവിടെ എന്താ സംഭവിക്കുന്നുള്ളൂ. അത് അഞ്ച് തുറന്നു പറയാൻ പോവാണ് അല്ലേ? എനിക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ചിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. ഞാൻ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. എന്താണ് ഇതിനകത്തൊക്കെ പിന്നുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞും പഠിച്ചും വെച്ചിട്ടാണ് ഞാനിപ്പോ ഈ സംസാരിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. എനിക്ക് നേരെ ആരും എന്ന് പറയുന്നത് എങ്ങനെ നേരിടാനുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഒരു കമന്റിന്റെ പുറത്ത് പോലും ഞാൻ ഒരിക്കലും നടരാൻ പോകത്തില്ല. അല്ലെങ്കിൽ അത് ഡിലീറ്റ് നിങ്ങൾ ഇപ്പൊ ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്താൽ ഒരിക്കലും ചെയ്യത്തില്ല. ഞാൻ ഇതിന് എത്രമാത്രം എന്നെ കൊണ്ട് ഒരിക്കലും ഇല്ല. മറ്റുള്ളവർ എന്നെ എങ്ങനെ കാണുന്നല്ല. ഞാൻ സ്വയം വില കൊടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ചെറിയ പ്രായത്തില് ഈ ഒരു സെക്സ് വർക്ക് ചെയ്യേണ്ട അവസ്ഥ വരുന്നുള്ളതാണ് അല്ലേ? ശരിക്കും കേട്ടുകേൾവി ഇല്ലാത്ത സംഭവമാണ്. എന്താണ് രഞ്ജിനെ അവിടേക്ക് കൊണ്ടുവന്നത്, ഗൾഫിലേക്ക് കൊണ്ടുവന്നത്? താരയാണ് ഒരു സ്ത്രീയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞെന്ന് വെച്ചാൽ ക്ലീനിങ് ആണെന്നൊക്കെയാ പറഞ്ഞത്. ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ അപ്പൊ അവളെ പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്രയും അങ്ങോട്ട് ചിന്തിച്ചെടുക്കാനുള്ള കാര്യമില്ലായിരുന്നു സെക്സിന്റെ ആണെന്നുള്ള കാര്യം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് വളരെ കഷ്ടം. ഞാനൊരു മൈക്രോ ഫിനാൻസ് വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ കാര്യം പറയുന്നത്. അത് കഴിഞ്ഞ് അവള് പോയി കഴിഞ്ഞ 6 മാസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. കുടുംബത്തെ രക്ഷപ്പെടുത്തുമ്പോ ആ സെക്സ് വർക്കിന്റെ രീതിയിലല്ല ഞാൻ പോയത്. ഒരു ഉണ്ടായിരുന്നു ഡീറ്റെയിൽസ് എല്ലാം എന്റെ ഇരിപ്പുണ്ട്. അവര് എനിക്ക് അവിടെ ഒരു ഓഫർ അയച്ചു വന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ചെന്നിട്ടും ഞാൻ എന്റെ നേരായ വഴിക്ക് പോയിട്ടും എനിക്ക് അവിടെ ചെന്നപ്പോ അനുഭവപ്പെട്ടത് ഈ സെക്സ് ഈ ആയുർവേദം ഞാൻ ആദ്യമായിട്ട് ചെയ്ത് അറിയുന്ന വെച്ചാൽ അമൃത ആയുർവേദ കോളേജ് അതൊക്കെയാണ്. എന്റെ അമ്മായിയമ്മ അവിടെയാണ് ജോലി ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് അറിവ് എനിക്കുള്ളൂ. അപ്പൊ അതിന്റെ മറവിൽ അവര് സെക്സ് 100 ദറംസ് വെച്ച് വാങ്ങിച്ചിട്ട് അകത്ത് കയറി സെക്സ് ആവശ്യപ്പെടുന്നത്. അത് മലയാളികൾ ഏറ്റവും കൂടുതലും മലയാളികളാണ്. അതും എനിക്കറിയാവുന്നതും എന്റെ പരിചയം ഒരുപാട് ആൾക്കാരും അത് വീടിന്റെ അടുത്തുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ കരുതി എന്നെ രക്ഷിക്കും, എന്നെ രക്ഷപ്പെടുത്തും എന്നൊക്കെ. പക്ഷെ ശരിക്കും പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണം, ഫോണൊക്കെ ഉണ്ടെങ്കിലും അവരുടെ അണ്ടറിലായിരുന്നതല്ലേ. എങ്ങനെ രക്ഷപ്പെടണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ജീവിച്ചൊരു പെൺകുട്ടിയല്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ. എന്നിട്ട് മനസ്സാക്ഷിയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു എന്നെ അവിടുന്ന് മാറ്റി ഒരു നല്ല സേഫായ സ്ഥലത്ത് നിർത്തുകയും എന്നിട്ട് അവിടുന്ന് എന്നെ വന്ന് ഓരോ ആൾക്കാര് പിന്തുടർന്ന് പുറകെ വന്ന് പിന്തുടർന്ന് അവർക്കും പേടിയായി പോയി. കാര്യം ഇത് നടത്തുന്ന ആൾക്കാർക്കും പേടിയായി പോയി. ഞാൻ ദുബായിലാണ്. ദുബായ് ദൈറയിലാണ്
ഷാർജയിലാണ് ഇത് ഏറ്റവും കൂടുതൽ. പക്ഷെ വേറെ മാത്രമല്ല, അവിടെ അജ്മാൻ, ഷാർജയിൽ എനിക്ക് അങ്ങനെ അറിയത്തില്ല, അജ്മാൻ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സ്പായുടെ മറവിലും അതുപോലെ ഫ്ലാറ്റുകളിലും ഒക്കെയാണ്. ഫ്ലാറ്റുകൾ ഇങ്ങനെ ഫാമിലി താമസിച്ചിട്ട് ഫ്ലാറ്റുകളിൽ ഇങ്ങനെ റൂമൊക്കെ എടുത്തിട്ട് അവിടെ ആണുങ്ങളെ വിളിച്ചു വരുത്തി, അത് കൂടുതൽ വരുന്ന മലയാളികളാണ് വരുന്നത്. അതാണ് എന്റെ ഒരു വൈചിത്ര്യം അല്ലേ. അപ്പൊ ഈ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സുഹൃത്ത, ചങ്ക, കരള, കൂടപ്പറപ്പ എന്നെല്ലാം പറഞ്ഞിട്ട് വരും. ഇന്ന് എല്ലാവരുടെയും ലക്ഷ്യം പണം പണം പണം. പണത്തിനെക്കാട്ടും ഒരുപാട് വലിയ സംഭവങ്ങളുണ്ട്, മനുഷ്യത്വം. അത് മാറിപ്പോയി. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഇവൾ പോയ സമയത്ത് അവിടുത്തെ അറബികളും നാട്ടുകാരുമല്ല അവൾ അരിയത്ത് ചെന്നത്, മലയാളികൾ. പുച്ഛം തോന്നുന്നില്ലേ? പുച്ഛം. എങ്ങനെയാണ് ഈ കേരളം നന്നാകുക? ഒരു സ്ഥലത്ത് ലഹരി, ഒരു സ്ഥലത്ത് പീഡനം. എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? എന്ത് കഴിഞ്ഞാൽ ഇവൾ കഴിച്ചലായി. ഇവളെ സത്യാവസ്ഥകൾ മൊത്തം ഇവൾ തുറന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കാമായിരുന്നു. ആ മുഖം ഒന്ന് ബ്ലർ ചെയ്തിട്ടൊന്ന് പറയാമായിരുന്നു.